ഞാൻ രാവിലെ എണിച്ചപ്പോഴാണ് അറിയണം പേപ്പർ കണ്ടപ്പോൾ. അത് എന്തോ വലിയൊരു തെറ്റിദ്ധാരണ സർക്കാരിൻ്റെ വശത്തുണ്ടെന്ന് എൻ്റെ പക്ഷം. കാരണം അവർ പിന്നെ RRTS ചെയ്യുന്നതാണ് പറയണം. ഈ RRTS ഡൽഹിയിലുള്ള RRTS അത് കൺസീവ് ചെയ്തും അത് കൊണ്ടുപോകുന്നതൊക്കെ ഞാനാണ് 2010 തുടങ്ങിയ പണിയത്. അതിന് പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു സബർബൻ സർവീസ് മാതിരിയാണ്. ഡൽഹിക്ക് ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്, ദൂരത്തുനിന്നുള്ള ആൾക്കാരെ വേഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സബർബൻ. അതിൻ്റെ ഉദ്ദേശം സബർബൻ സർവീസ് സിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് കാരണം നിറയെ സ്റ്റേഷൻസ് ഉണ്ടാവും. 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ആയിട്ടുള്ള സ്റ്റേഷൻസ് ഉണ്ടാവും. ട്രെയിൻ വേഗത്ത് വരും ചെയ്യും. അതായിരുന്നു ഉദ്ദേശം. അതുപോലെ നടക്കുന്നത്. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദിസ് ഈസ് ഒരു വൈൽഡ് ഇതായിട്ടുള്ള സംഗതിയാണ്. അത് പ്രാക്ടിക്കലാക്കി അത് ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ഞാൻ പറയാം. കാരണം ഒറിജിനൽ RRTS ഞാനാണ് കൺസീവ് ചെയ്തതും പ്ലാൻ ചെയ്തതും എല്ലാ ഏർപ്പാടും ചെയ്തത്. അത് ഞാൻ ഡൽഹിയിലായിട്ടുണ്ടോ. അപ്പോൾ അവരെ ഗവൺമെൻറ്റിന് വേറെ വല്ല ഉദ്ദേശമുണ്ടെന്ന് അതിനെപ്പറ്റി ഞാൻ പറയില്ല. ഗവൺമെൻറ് ആണെങ്കിൽ ഈ അതിവേഗ റെയിൽവേക്ക് വളരെ ഫേവറബിളായിട്ട് ഇതായിട്ട് നിൽക്കുന്ന ഇതുവരെ മെലിഞ്ഞാന്ന് മാത്രമേ ഞാൻ കണ്ടു. ഒരു ഫങ്ഷനത്തിൽ CM പറയുന്നത് ഈ കേരയിൽ ഇല്ലാതാക്കിയത് ഞാനാണല്ലോ. അതും പറഞ്ഞു ഇതായിട്ട് പറഞ്ഞു ശ്രീധരനാണ് എന്ന് മുടക്കിയത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അതിവേഗ റെയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയുമായ ഒരു ദുരുദ്ദേശത്തെ കൂടി പലത് പറഞ്ഞു. അത് ശരിയല്ല. നിങ്ങളതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ അതിവേഗ റെയിൽ തുടങ്ങിയത് തന്നെ അവരാ CPM. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ വ്യവസായ മന്ത്രിയും വ്യവസായ സെക്രട്ടറിയും എന്നെ വന്ന് കണ്ടിട്ട് ഇതെങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ ഒരു അതിവേഗ റെയിൽവേ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള ഏർപ്പാടാണ് ഞാൻ ചെയ്തത്. ആദ്യം ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 4 എക്സ്പെർട്സിനെ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നു ആ സ്റ്റഡി ചെയ്യാൻ വേണ്ടി 2010. അത് കഴിഞ്ഞിട്ട് അത് ഫീസിബിളാണ്, ഇൽ ബി ആക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ. പിന്നെയാണ് അതിൻ്റെ DPR പോയത്. DPR ഉള്ളതും DPR കംപ്ലീറ്റൊക്കെ ഇവർക്കറിയാം. ഞാനത് തുടങ്ങി വെച്ചത് ഗവൺമെൻറ് തന്നെയാണ്. 2016 ഞാൻ ജൂലൈ DPR സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പദ്ധതിക്ക് വല്ലാണ്ട് വില വരണോ അതുപോലെ പറ്റില്ല, ഒരു ചീപ്പറായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പോകണം. അങ്ങനെയാണ് ഈ കേരയിൽ തുടങ്ങിയത്. ആ കേരയിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ അപ്പോഴും അറ്റ് എവറി സ്റ്റേജ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തു, ഇതാ മിസ്റ്റേക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യണം പറഞ്ഞിട്ട് ലെറ്റർ എല്ലാത്തിനും ലെറ്റർ അയച്ചിട്ടുണ്ട്. ആ ലെറ്ററൊക്കെ എൻ്റെ കയ്യിലുണ്ട്. CM നേരിട്ട് ഞാൻ ലെറ്റർ അയച്ചത്, ഇതാണ് വിഷമം, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതൊന്നും ഗവനിച്ചില്ല. ഇതേവൻ്റെ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്തപ്പോൾ തന്നെ ലാൻഡ് അക്വിസിഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാവർക്കും അറിയാം, നാട്ടുകാരെ ഉപദ്രവിക്കലും പോലീസ് ലാത്തിച്ചാർജും എത്ര 100 പോലീസ് കംപ്ലൈൻറ്റാണ് ഇപ്പോൾ ഉള്ളത് ആൾക്കാരെ പറ്റിയിട്ട്. എന്നിട്ട് ഞാനവിടെ പോയി മുടക്കിയതെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് നോട്ട് ഫെയർ. അങ്ങനത്തെ അവർ തുടങ്ങിയ വർക്ക് ഞാൻ തുടങ്ങിയതല്ലല്ലോ. ഞാനല്ല ഈ വർക്ക് തുടങ്ങിയത് ഗവൺമെൻറ് തന്നെയാണ്. ആ സ്ഥിതിക്ക് പിന്നെ ഇത് കേരളയിലും പ്രോഗ്രസ് ചെയ്യുന്നില്ല, എൻ്റെ പ്രപ്പോസലും പ്രോഗ്രസ് ചെയ്യുന്നില്ല. ആ സ്റ്റേജ് വന്നപ്പോഴാണ് ഞാൻ ആദ്യം പിന്നെയും CMന് ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്ററിൻ്റെ കോപ്പി റേഡിയോ മിനിസ്റ്റർക്ക് അയച്ചു.
നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ള ഒരു ഹൈ സ്പീഡ് റെയിൽവേ ഉണ്ടാക്കണമായിട്ട് അതിന് വ്യത്യാസത്തിന് എല്ലാം കുറച്ച് വ്യത്യാസമായിട്ടാണ് പറഞ്ഞ് കാണിച്ചു കൊടുത്തത്. ഞാൻ ലെറ്റർ കണ്ടപ്പോൾ CM എന്നെ വിളിച്ചേ, ട്രിവാൻഡ്രത്തേക്ക് വിളിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ആയി. ശരിക്കും വേണ്ടത് തന്നെയാണ്, എന്തായാലും വരാൻ പോയില്ല, അതുകൊണ്ട് ഇതിന് ഓൾട്ടർനേറ്റീവ് കേരളത്തിലൊരു ഹൈ സ്പീഡ് റെയിൽവേ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഇത് കൂടാണ് ചെയ്തത്. അത് ചെയ്തിട്ട് അദ്ദേഹം സാറ്റിസ്ഫൈഡായി. പിന്നെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അപ്പം തന്നെ പറഞ്ഞു, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ലെറ്റർ ഉണ്ടാക്കണം റെയിൽവേ മിനിസ്ട്രിക്ക്. കേരളയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല, അത് മാറ്റിവെച്ചു. ഈ പുതിയത് നമുക്ക് ട്രൈ ചെയ്യാം, അതിനുവേണ്ടി ഡിജിറ്റൽ പ്രോജക്റ്റ് ഉണ്ടാക്കണം വേണ്ടു, ലെറ്റർ എഴുതേ വേണ്ടു. അത് ചെയ്യാമെന്ന് പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞു ഏതായാലും ഞാനതിന് കേട്ടുള്ളൂ, എൻ്റെ ഓഫീസേഴ്സും ഇത് കേട്ടോട്ടെ പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് അബ്രഹാമിനെയും ബൈജു പ്രഭാകരൻ സെക്രട്ടറിയും ഇങ്ങനെ അയച്ചു. ഇവിടെ വന്നു, ഞങ്ങൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തു. അവർ രണ്ടുപേർക്കും വളരെ ഹാപ്പി. ഇത് കറക്റ്റ്, ഇത് വാട്ട് വി ഷുഡ് ഡു എന്ന് പറഞ്ഞ് വളരെ ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ പ്രൊഫസർ തോമസ് ബന്ധപ്പെടെ അദ്ദേഹത്തെ കണ്ട് അയാൾക്കും വളരെ ഇഷ്ടമായി. പക്ഷേ ലെറ്റർ അയക്കുന്നില്ല, 10 മാസം ലെറ്റർ പോകില്ല. ലെറ്റർ അയക്കാന്ന് പറഞ്ഞു. അബ്രഹാം വീട്ടിൽ ഇറങ്ങിപ്പോയി എന്നോട് പറഞ്ഞ് ഈ ലെറ്റർ ഉണ്ടാക്കുന്ന കോപ്പി ശ്രീധരനെ കണ്ടോളൂ, ആദ്യം ഞങ്ങൾ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം അയക്കാം, അത് അപ്രൂവ് ചെയ്ത് ഞങ്ങൾ അയക്കാമെന്ന് പറഞ്ഞാൽ പോയത് പോലെ ഒരു ഇതുമില്ല. 10 മാസം വെയിറ്റ് ചെയ്തു. പിന്നെയാണ് ഈ ബഡ്ജറ്റൊക്കെ വരാൻ പോണത്. ഈ ബഡ്ജറ്റ് വരാൻ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ സ്റ്റെപ്സ് എടുത്തില്ലെങ്കിൽ ഹൈ സ്പീഡ് റെയിൽവേയും വരില്ല. ആ നിലയ്ക്കാണ് ഞാൻ പോയിട്ട് റെയിൽവേ മിനിസ്റ്ററെ പോയി കണ്ടത്. കേരളത്തിന് വളരെ ആവശ്യമാണ്. നമ്മുടെ ഏത് പാർട്ടി പവർ എന്നല്ല അർത്ഥം, കേരളക്കാർക്ക് ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്ക് ഒരു ഉപദ്രവമുണ്ടാവരുത്. അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാവണം. ആ ഗുണങ്ങളുണ്ടെങ്കിലേ നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിനാണ് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര ഡീറ്റെയിൽ പ്രോജക്റ്റിന് എന്ത് കോസ്റ്റ് വരും? നമ്മൾ വലിയ കോസ്റ്റൊന്നും വേണ്ട. കേരളയിൽ ഒരു 100 crores സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 100 crores ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനൊക്കെ ആയിരുന്നു. നമ്മൾ അതൊന്നും ആവശ്യമില്ല. മേ ബി അബൌട്ട് 12-13 crores വേണ്ടി വരുള്ളൂ. അങ്ങനെ ഉടനെ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തോ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ചെയ്യാൻ തീർച്ചയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗീവ് ഇറ്റ് DMRC. കാരണം DMRC ആണ് മറ്റേ 2 സ്റ്റഡി ചെയ്തേ. അപ്പോൾ എല്ലാ ഡാറ്റയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, ചെയ്ത ആൾക്കാരൊക്കെ ഇവിടെ തന്നെയുണ്ട്. DMRC ഏൽപ്പിക്കണം, നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു 8-9 മാസത്തിനുള്ളിൽ DPR റെഡിയാക്കാൻ പറ്റും. ആ ഉടനെ അത് സമ്മതിച്ചു. അപ്പം തന്നെ അദ്ദേഹം സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, ഇതാണ് ഇപ്പം നമ്മൾ തീർച്ചയാക്കിയത്, അത് വേണമെങ്കിൽ പ്രശ്നക്കാർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എൻ്റെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, പ്രശ്നം കൊടുത്തോളൂ, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനാണ് ഇവിടെ വന്നത്. അതിന് ചേർന്നാണ് ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെയുള്ള ഏർപ്പാടൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഈ RRTS ഒരു ഹൈ സ്പീഡ് റെയിൽവേക്കുള്ള ഒരു അതിന് പകരം ചെയ്യാനുള്ളത് നടക്കാത്ത കാര്യം. ഇപ്പോൾ നമുക്ക് കൊല്ലം ടു ട്രിവാൻഡ്രം മാത്രമാണെങ്കിൽ ചെയ്ത് നടക്കാം. കൊല്ലം ടു ട്രിവാൻഡ്രം ഒരു സബർബൻ സർവീസിൽ 60 കിലോമീറ്ററല്ലേ ഉള്ളൂ. അങ്ങനെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അവിടുന്ന് ഇങ്ങനെ അത് നടക്കാൻ പറ്റില്ല. ഇതിൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. RRTSൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും. കാരണം സ്റ്റേഷൻസ് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ സ്റ്റേഷനൊക്കെ വരെ. അങ്ങനെ ആകുമ്പോൾ പതുക്കെ പോകുള്ളൂ. അതൊരു ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാർ ഇത് കേട്ടാൽ ദിസ് ഈസ് എ ഫൂളിഷ് വെഞ്ചർ എന്നാണ് പറയുക. ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ മെയിൻ ഓർഗ്യുമെൻ്റ് നടത്തിയത് അന്നത്തെ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഹൈ സ്പീഡിലും ഇതിന് പകരം നിങ്ങൾക്ക് വൈ കോണ്ട് യു ഡു
ഒരു RRTS, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മിനിസ്റ്റർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിന് അദ്ദേഹത്തിന് ഉദ്ദേശിച്ചതാണ് കേട്ടോ, കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവാം, അല്ലെങ്കിൽ തെക്കോട്ട്, അങ്ങനെയുള്ള ഒരു സബർബൻ സർവീസ് ഓവർ എ ലെങ്ത് ഓഫ് 60 to 70 കിലോമീറ്റേഴ്സ് ഇസ് ഓക്കെ. അതിന് ഉദ്ദേശം അതാണ്. ഡൽഹിയിലിപ്പോൾ മീററ്റ് ഈസ് ഓൺലി 50-60 കിലോമീറ്റേഴ്സ് അവേ. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് RRTS വയ്ക്കാൻ പറഞ്ഞാൽ ആരും സംഭവിക്കും ദൂരത്തിൽ. അല്ല, അതിനെപ്പറ്റി നമ്മളാരും വെറിയടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മാതിരി അവർ ചെയ്തില്ല, ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാതിരി മാത്രമേ ചെയ്തുള്ളൂ. ആൾക്കാർക്ക് ഉടനെ മനസ്സിലാവും. ആ സമയത്തിനുള്ളിൽ എൻ്റെ ഉദ്ദേശം വേഗം അതിവേഗ റെയിൽവേയുടെ റിപ്പോർട്ട് വേഗം ഉണ്ടാക്കാം. അത് റിപ്പോർട്ടിനകം താമസമാണെങ്കിൽ ശരി, അതിൻ്റെ കംപ്ലീറ്റ് രൂപം ഫൈനലൈസ് ചെയ്തിട്ട് നാട്ടുകാർക്ക് അറിയിക്കണം. എല്ലാവരും അറിയിച്ച് പല ദിക്കിലും പോയിട്ട് ആർക്കൊക്കെ അതിനെപ്പറ്റി വിഷമമുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അത് നിങ്ങളോട് പറയാം. എന്തൊക്കെ ആൻസർ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് കൊടുക്കുക. ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു. ഞാൻ വിചാരിച്ചതിലൊക്കെ എത്രയോ വലിയ വലിയ ഉപകാരം വരാൻ പോകുന്നു കേരളത്തിൽ ഈ RRTS വന്നാൽ. അതിൻ്റെ അവിടെ അവിടെ ഒരു പേപ്പർ വെച്ച് അത് തട്ടിയെടുക്കാൻ പറ്റില്ല. അതിൽ ഞാൻ നിങ്ങൾക്ക് കാര്യം ഇമാജിൻ, ഒരു ഈ ഹൈ സ്പീഡ് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്ക് thousands and thousands of tons of ഡീസൽ വരുന്ന ആവശ്യമില്ല ഇവിടെ. അതിൻ്റെ ആവശ്യമില്ലേ. അലൈൻമെൻറ്റ് അതിന് അപ്രൂവ് ചെയ്തിട്ടില്ല, റെയിൽവേ അലൈൻമെൻറ്റ് അപ്രൂവ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് തുടങ്ങി അവിടെ നാട്ടുകാർ. അല്ല, ഞാൻ ശരിക്ക് മാനുവലായിട്ട് ഇൻസ്ട്രുമെന്റ് വഴി സർവീസ് ചെയ്യും. എവറി ഇഞ്ച് ഈ ജനവാസ മേഖലകളെ കഴിയുന്നത്ര ഒഴിവാക്കും. ഇപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എത്ര സ്റ്റേഷൻ വേണം, എവിടെ സ്റ്റേഷൻ, ഈ സ്റ്റേഷന് ഓരോ സ്റ്റേഷൻ മറ്റേ സ്റ്റേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലൈൻ കൊണ്ടുപോകണം, അത് ഫൈനലൈസ് ചെയ്യണം. അതൊന്നും സമയം എടുക്കില്ല. അതെ, സാധിക്കും, 5 വർഷം കൊണ്ട് സാധിക്കും. കാസർഗോഡ് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ തോന്നും, പ്രതിഷേധം. അതിനെപ്പറ്റി ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അവർ പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇത്ര എക്സ്പെൻസീവ്, ഇത് വലിയ എക്സ്പെൻസീവ് പ്രോജക്റ്റാണ്. ഇത് 1 കിലോമീറ്ററിന് 200 crores വേണം. ഒരു കിലോമീറ്ററിന്. കണ്ണൂർ ടു കാസർഗോഡ് 82 കിലോമീറ്ററാണ്. അപ്പോൾ എങ്കിൽ 16,000 crores എക്സ്ട്രാ വേണ്ടേ? അതുകൊണ്ട് എത്ര ആൾക്കാർ ട്രാവൽ ചെയ്യും? ഞങ്ങൾ സർവേ ചെയ്ത ആൾക്കാരാണ്, 2 പ്രാവശ്യം സർവേ ചെയ്തത്, ട്രാഫിക് സർവേ ചെയ്തത്. ഞങ്ങൾ കണ്ടിരിക്കുന്നത് കാസർഗോഡ് നിന്ന് ആൾക്കാർ പുറത്തു വരും, പക്ഷെ മാക്സിമം കോഴിക്കോട്. അവിടെ കണ്ടില്ലേ, കോഴിക്കോട് ട്രിവാൻഡ്രത്തേക്ക് എത്ര ആൾക്കാർ പോകുന്നുണ്ട്? കോഴിക്കോട് മാക്സിമം 100 people a day, എത്രയേ ഉള്ളൂ. ഈ 100 people a day ആദ്യം പോയിട്ട് 16,000 crores സ്പെൻഡ് ചെയ്യും. അത് ചെയ്യില്ല. പക്ഷേ അത് തന്നെ വന്നോളൂ ഞാൻ പറയണം. ഇതിൻ്റെ ഉപകാരം ഇതൊക്കെ കണ്ടാൽ, അതിൻ്റെ ഉപകാരം കണ്ടാൽ ഡിമാൻഡ് വരും. കർണാടക ഗവൺമെൻറ്റിന് മംഗലാപുരത്തിൽ നിന്ന് കിട്ടും, മഹാരാഷ്ട്ര ഗവൺമെൻറ് പറയും ബോംബെക്ക് നിന്ന് കിട്ടും. ആ ഡിമാൻഡ് വരും. ആ ഡിമാൻഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാസർഗോഡിലേക്ക് കിട്ടില്ലേ? ഓട്ടോമാറ്റിക്കലി കിട്ടുമല്ലോ. സാറിന്റെ നിലവിലുള്ള പ്രപ്പോസലില്ലേ, നിലവിലുള്ള പാതകളൊന്നും ഉപയോഗപ്പെടുത്താതെ പുതിയത് സമാന്തരമായിട്ട് നല്ല വരുന്നത്.
അതിൽ ഇതുവരെ റെയിൽവേ ലൈൻ കടന്നു പോകാത്ത മേഖലകളാണ് ഉൾപ്പെടുത്തിയത്, മലപ്പുറം അടക്കമുള്ള അല്ലേ? കഴിയുന്നിടത്തോളം അത്രയുള്ളൂ. അതൊരു ദുരുദ്ദേശം കൂടി ചെയ്തല്ല കേട്ടോ. അവിടെയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അകത്ത് കൂടെ പോകാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തിരുനാവായ ഗുരുവായൂർ ലൈനെ ഡീഫ്രീസ് ചെയ്ത നടപടി പിൻവലിച്ചതായിട്ടുള്ളൊരു വാർത്ത അദ്ദേഹം പുറത്തുവിട്ടു. അത് എത്രമാത്രം പ്രായോഗികമാണ് ഈ ഒരു ഘട്ടത്തിൽ തിരുനാവായ മുതൽ ഗുരുവായൂർ വരെയുള്ള റെയിൽപാത, പുതിയൊരു റെയിൽപാത? അതെന്തായാലും വേണം, അതെന്തായാലും വേണമല്ലോ. അത് വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഡിസ്റ്റൻസ് വിൽ ഗെറ്റ് റെഡ്യൂസ് ബൈ 10 kilometers. അതാണ് ഈ വർക്കൊക്കെ സർവേ ചെയ്യാനാണ്, സ്റ്റാർട്ട് ചെയ്യാനാണ്. തൃശ്ശൂർ ടു ഗുരുവായൂർ, ഗുരുവായൂർ ടു ആദ്യം കുറ്റി പറയാനുണ്ടോ. ഈ വർക്കൊക്കെ ഞാൻ സ്റ്റഡി ചെയ്തിരിക്കണേ. എന്താ പറയുക, അലി സാറിന്റെ ഈ പ്രൊജക്ട് ഇപ്പം ട്രെയിനുകളില്ലാത്ത ഒരുപാട് ട്രെയിൻ ഇപ്പൊ കടന്നു പോകാത്ത ഭാഗങ്ങളിലൂടെ ഒക്കെ ഉണ്ട്. കരിപ്പൂര്, മലപ്പുറം, കുന്നംകുളം, എടപ്പാൾ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് ശബരിമല തുടങ്ങി അങ്ങനെ കുറച്ചുകൂടി നമ്മളെ തെക്കൻ ജില്ലകളിലേക്ക് പദ്ധതി അങ്ങനെ അത് ഈ ഇതിന്റെ എക്സ്റ്റൻഷൻ അങ്ങനെ വല്ല സാധ്യതയുണ്ടോ? അല്ല, അത് ട്രിവാൻഡ്രം വരെ പോകണ്ടല്ലോ, ചെങ്ങന്നൂർ വരെ പോകണ്ടല്ലോ. ചെങ്ങന്നൂർ പോയി കണ്ടാൽ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്ക് 70 kilometers ഉള്ളൂ. ആ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞു. ചെങ്ങന്നൂർ പമ്പ 45 minutes പോവാം ട്രെയിൻസ്. അഗൈൻ ഇതാണ് ഹൈ സ്പീഡ് ട്രെയിൻസാണ്. രണ്ട് ലൈനുണ്ട്. ആ റിപ്പോർട്ട് റെഡി വിത്ത് റെയിൽവേ മിനിസ്ട്രി. അത് വരും, തീർച്ചയായിട്ടും അതും വരും. നമ്മൾ ഈ റോഡ് ജേർണി കുറച്ചിട്ട് ആൾക്കാരെ മോർ ആൻഡ് മോർ റെയിൽ ജേർണിക്ക് കൊണ്ടുപോകണം. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ, ഞാൻ കുറേ കാലം ഈ സ്റ്റേജിൽ ഈ സ്പിയറിൽ വർക്ക് ചെയ്യുന്നത്. പ്രധാന കാരണം നിങ്ങൾക്കറിയോ, ഒരു പാസഞ്ചർ ടു ട്രാവൽ ബൈ train, the cost from the nation പല കോസ്റ്റ് ഉണ്ടല്ലോ, റോഡിൻ്റെ കോസ്റ്റ്, ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ്. The cost of the nation is 1/6 of what is needed for the rail, for the road. റോഡ് ജേണിയാണെങ്കിൽ 6 times മോറാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളത് അറിയുന്നില്ല. കാരണം നമ്മൾ റോഡിൽ നമ്മളൊന്നും പേ ചെയ്യില്ല, റോഡ് റിപ്പയർ നമ്മൾ ചെയ്യില്ല. റെയിൽവേക്കാർ എല്ലാം ചെയ്യണം, റോഡിന് അവർക്ക് ആവശ്യമില്ലല്ലോ. The cost of the nation for carrying a passenger over 1 kilometer is 6 times more on the road. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചില്ല എത്രയ്ക്ക് ഗുണമുള്ള രാജ്യത്തിൽ ആൾക്കാർ മോർ ആൻഡ് മോർ ഷുഡ് ഗോ. കേരളത്തിന്റെ അതിവേഗ പാതയ്ക്ക് വേണ്ടി സർക്കാർ എന്ത് നിലപാടെടുക്കണം എന്നാണ് സാറിന്റെ ഒരു അഭിപ്രായം? എന്താ ഇത് ഗവൺമെൻറ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ DPR റെഡിയായ ഉടനെ DPR റെഡി ആവണ്ട കേട്ടോ, അതിന് മുമ്പ് തന്നെ എനിക്ക് ഗവൺമെൻറ് ഓഫീസിൻ്റെ റിട്ടേൺ ഓർഡർ കിട്ടിയില്ല. റിട്ടേൺ ഓർഡർ കിട്ടി അപ്പം തന്നെ ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് എഴുതും, ഞങ്ങൾ തുറന്നാണ് അവരായിക്കോട്ടെ. കാരണം ഈ എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻവോൾവ്മെൻറ്റ് തീർച്ചയായിട്ടും ഞങ്ങൾ ചോദിക്കും. ആ ഇൻവോൾവ്മെൻറ്റിൽ കുറച്ച് ഇത് വേണ്ടി വരും, എന്താ പറയുക, സംസാരങ്ങളൊക്കെ വേണ്ടി വരും. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈച്ച് ഗവൺമെൻറ് വിൽ ടേക്ക് 30%. 30% വേണമെന്നില്ല, even 25 or even 20, അങ്ങനെ നോക്കാനോ. പിന്നെ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, പലതും ചെയ്യാനുണ്ട്. ഞാൻ ഡൽഹി മെട്രോ ചെയ്തമായി, കൊങ്കൺ റെയിൽവേ ചെയ്തമായി. നിങ്ങൾക്കറിയോ, കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോ ടാക്സ് ഫോർ കൊങ്കൺ റെയിൽവേ.
ടാക്സ് ഇല്ല. ഡൽഹി മെട്രോ നോ ടാക്സ്. അങ്ങനെ സമയം ടാക്സ് ചെയ്യാൻ പാടില്ല ഒന്നും. ഒരു 5 വെള്ളം 10 വെള്ളം അത് അങ്ങനെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി കൗണ്ടർ ബൈ 15% എല്ലാവരും. GST അതൊക്കെ പോലെ അങ്ങനെ പലതുമുണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മേ നോട്ട് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങൾ പബ്ലിക്കിനെ അറിയിക്കണേ, ഗവൺമെൻറ് എന്തെങ്കിലും ആലോചിക്കട്ടെ. നിങ്ങളുടെ പ്ലാൻ ഓഫ് ആക്ഷൻ ഇസ് വെരി ക്ലിയർ. വിൽ ഗോ അഹെഡ് വിത്ത് ദി DPR പ്രിപ്പറേഷൻ, വിൽ ഫിനിഷ് ദ DPR 9 months. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാഫിൽ ഞാൻ വെച്ചൊരു 5 months. 5 months വിൽ ട്രൈ ടു ഫിനിഷ് ഇറ്റ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടു ഗെറ്റ് ഇറ്റ് സാങ്ഷൻ. Most likely, we may start the work even before the project is completed. Konkan Railway ചെയ്ത മാതിരി, ഡൽഹി മെട്രോ ചെയ്ത മാതിരി അവിടെയൊക്കെ DPR വർക്ക് സ്റ്റാർട്ട് ചെയ്യേ. And then finish the work in 4 years' time. സർക്കാരും സാറും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം, അഭിപ്രായ ഭിന്നതയോ ഒന്നും നിലവിലില്ല. ഇല്ല, ഒന്നുമില്ല. ഒരു ഒറ്റ അഗ്രിമെൻറ്റ്സ് എനിക്കുള്ളൂ. ഞാനും അവരെ ഉദ്ദേശപ്രകാരം ഒരു 10 മാസം മുമ്പ് അവർ ലെറ്റർ അയച്ചിരുന്നെങ്കിൽ ഈ 10 മാസം സേവ് ചെയ്യായിരുന്നു. അത് ചെയ്തില്ല. 10 മാസം മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കേരളയിൽ നടക്കില്ല. അറിയാം, ലെറ്റർ പോകണമെന്ന് അറിയാം.